വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് കൊടിയമായ ജാതി പീഡനം കോളേജിൽ നിന്ന് സർവകലാശാലയിൽ നിന്ന് പോയി. ഉത്തരവാദികളായിട്ടുള്ളത് 2 അധ്യാപകർ. അവരിവരെ ജാതി ചോദിച്ച്, നിന്റെ ജാതി എന്താണ് എന്ന് ഓരോ കുട്ടികളോടും ചോദിച്ച്, ഈ അനഘ ശശി പട്ടികജാതിക്കാരിയാണ് എന്നപ്പോ ഈ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാൻ അവർ കൂട്ടാക്കാതെ, നീയൊന്നും ഇത്തരം റിസർച്ച് ചെയ്യേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ വിവേചനം നടത്തി പീഡിപ്പിച്ച് ക്ലാസ് നിന്ന് പുറത്തു നിർത്തി ആണ് പഠിപ്പിക്കാറുള്ളത്. കുട്ടിക്ക് ക്ലാസ് റൂമിൽ ഇരിക്കാനുള്ള സംവിധാനം കസേരയോ അല്ലെങ്കിൽ മേശയോ ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ പുറത്തു നിന്നാണ് കുട്ടി പഠിക്കുന്നത്. ഇത് അതിലുപരി പുറത്ത് വരാന്തയിൽ നിർത്തി മഴ കൊണ്ട് പഠിക്കുക. അങ്ങനെ കുട്ടിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം തടസ്സപ്പെട്ടിരിക്കുക. ഇതിനെപ്പറ്റി പറയുമ്പോ ഈ അധ്യാപകർ പറയും, അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ നിനക്ക് ഒറ്റയ്ക്ക് തിന്നാനുള്ളതല്ല, തൽക്കാലം ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, അത് ആലോചിച്ചിട്ട് ചെയ്യാം, ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കും, എന്നാൽ അതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞ് ഇപ്പൊ ആനുകൂല്യം, ഈ സ്കോളർഷിപ്പ് ഇത് കിട്ടുന്നില്ല, ഫെലോഷിപ്പിന്റെ സാമ്പത്തിക സഹായം കിട്ടും, ഇത്യാദി ഗുരുതരമായ പ്രശ്നങ്ങൾ ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കോളേജിലെ അധ്യാപകർക്കെതിരായിട്ടും ആ കൂടെയുള്ള സഹപാഠികളെ പീഡിപ്പിക്കുന്ന അധ്യാപകർക്കും ഈ സഹപാഠിക്കുമെതിരായി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് അവരെ ശക്തമായ നടപടി. മാത്രമല്ല, ഈ കോളേജിൽ നടക്കുന്ന ഈ വക ഗുരുതരമായ പ്രശ്നങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലും കേട്ടുകേൾവി പോലുമില്ലാത്ത ഇത്തരം പ്രശ്നങ്ങൾ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തി അവിടെ സമഗ്രമായ അന്വേഷണത്തിൽ വിധേയമാക്കും. അറിയാൻ കഴിയും. ഈ കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിൽ ജിതിൻ രാജിന് സംഭവിച്ച പോലെ നമ്മുടെ തിരുമുറ്റത്തും ഇങ്ങനെ ഒരു സൂയിസൈഡ് ഉണ്ടായിട്ടുള്ള മരണം, വയനാട്ടിൽ സിദ്ധാർത്ഥന്റെ മരണം, ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അത് അനുവദിക്കാൻ പാടില്ല. കേരളത്തിന്റെ പൊതുസമൂഹം ഇത് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും മലപ്പുറം ജില്ല ഇത്തരമുള്ള വരും നാളുകളിൽ KDF ഡെമോക്രാറ്റിക് എന്ന ഞങ്ങളുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക വിഭാഗങ്ങളുടെ സംയുക്തമായ പിന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു, പിന്നെ കമ്മീഷൻ SC/ST കമ്മീഷന് കൊടുത്തു, മനുഷ്യാവകാശം ഞങ്ങൾ പിന്നെ ഈ കുട്ടിയുടെ അമ്മയും ഉണ്ടായി. ഇന്നലെ തിരൂർ DYSP ഞാൻ പറഞ്ഞില്ലേ ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഇന്നലെ DYSP കേസെടുത്തിട്ടുണ്ട്. ആ കുട്ടി സഹപാഠിയുടെ മറ്റേ പരാതി കൊടുത്തപ്പോ എന്താണെന്ന് പരാതി എന്ന് അന്വേഷിക്കാതെ ആ ഫയല് ക്ലോസ് ചെയ്തതായിട്ടാണ് ഇപ്പൊ തിരൂർ പോലീസ് സ്റ്റേഷന്റെ പിന്നെ സൈറ്റിൽ നമുക്ക് നോക്കിയപ്പോ മനസ്സിലായത്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.